ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിന് കുരുക്കായി ബോർഡ് അംഗത്തിന്റെ മൊഴി. സ്വർണ്ണപ്പാളികൾ പുതുക്കണമെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ പറഞ്ഞത് എ പത്മകുമാറെന്ന് അറസ്റ്റിലായ എൻ വിജയകുമാർ. ഡി മണിയുടെയും കൂട്ടാളികളായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. SIT സംഘം വിപുലീകരിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. എ പത്മകുമാറിന് കൂടുതൽ കുരുക്കാവുകയാണ് മുൻ ബോർഡംഗം എൻ വിജയകുമാറിന്റെ മൊഴി. സ്വർണ്ണപ്പാളികൾ പുതുക്കണമെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ പറഞ്ഞത് എ പത്മകുമാർ എന്നാണ് അറസ്റ്റിലായ എൻ വിജയകുമാറിന്റെ മൊഴി. ദേവസ്വം രേഖകൾ തിരുത്തിയതിൽ എ പത്മകുമാർ, KP ശങ്കരദാസ്, എൻ വിജയകുമാർ എന്നിവർക്ക് തുല്യ പങ്കാണെന്ന് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഡി മണിയെയും ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 4 അഭിഭാഷകർക്കൊപ്പമാണ് ഡി മണി എത്തിയത്. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് തന്നെ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്യൽ. ഡി മണിയുടെ പേരിലടക്കം SITക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. തെളിവ് ലഭിച്ചാൽ സ്വർണ്ണക്കൊള്ളയിൽ 3ാമത്തെ FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. പ്രവാസി വ്യവസായിയെ സാക്ഷിയാക്കിയേക്കും. ഇതിനിടെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. സാറിന്റെ പേര് മാത്രമാണ്. അതെ, നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. എ പത്മകുമാറിന് ഉടൻ ജാമ്യം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കി. അന്വേഷണം തണുപ്പൻ രീതിയിലല്ലേയെന്നും ബെഞ്ച് ചോദിച്ചു. ജാമ്യഹർജി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കും. അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തണമെന്ന SIT ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് റവന്യൂ സംഘം പരിശോധന നടത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.